വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവർക്കുള്ള ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ വ്യവസായ വകുപ്പും കേരള ബാങ്കും സംയുക്തമായി സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ വ്യവസായ കേന്ദ്ര ജനറൽ മാനേജർ AS ഷിറാസ് ഉദ്ഘാടനം ചെയ്തു. ബാങ്കിലേക്ക് ചെയ്യുന്നതിനും അതുവഴി ആ സ്കീമും ആ പ്രോജക്റ്റും അതുപോലെ സബ്സിഡിയൊക്കെ ഇവിടെ ഫലവത്തായി സംരംഭകന് കിട്ടുന്നതിനും നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് കഴിഞ്ഞ 2 വർഷങ്ങളായി DICക്ക് കിട്ടുന്നുണ്ട്. ഈ ബാങ്കിങ് ഫ്രട്ടേണിറ്റി ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. കണ്ണൂർ വന്നിട്ട് എനിക്കും അങ്ങനെ തോന്നി. കാരണം ഈ വളരെ സ്പീഡിൽ ഓടുന്ന സംരംഭ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി DICയും ബാങ്കുകളും ചില DLC മീറ്റിംഗിൽ അല്ലെങ്കിൽ ബാങ്കുകളുടെ മീറ്റിങ്ങുകൾക്ക് മാത്രമാണ് പരസ്പരം കാണാറുള്ളത്. അങ്ങനെ ആയിരുന്നില്ല ഡിപ്പാർട്ട്മെന്റ് ചരിത്രം. ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ നേരത്തെ വന്നവർക്കൊക്കെ അറിയാം. താലൂക്ക് ലെവൽ ബാങ്കേഴ്സ് മീറ്റ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ടാണ് എവറി ഇയർ 2 പ്രാവശ്യം. അത്രയ്ക്ക് വളരെ കീപ്പ് ഇൻ ടച്ച് ആയിട്ടാണ് ആ ഒരു സിസ്റ്റം പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ സ്പീഡിലോടുന്ന സംവിധാനങ്ങളൊക്കെ ആയപ്പോൾ സമയക്കുറവ് കാരണം അവരും അതിനെക്കുറിച്ച് ബോധിയും. കാരണം ഒട്ടും സമയമില്ലാത്തവരാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഒരുപാട് ബിസിനസ്സുകൾ ഇന്ന് തീർക്കേണ്ട ബിസിനസ് നമ്മളെ പോലെ അല്ലല്ലേ. നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്യുകയും നാളെ ചെയ്യേണ്ടത് ഇത് ചെയ്യാൻ ശ്രമിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണെങ്കിൽ പോലും ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്ത് ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ ബാങ്കുകളുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് അങ്ങനെയല്ല. അവർക്ക് അന്നുള്ള ബിസിനസ് അന്നെ ക്ലോസ്. കേരള ബാങ്ക് ഹാളിൽ നടന്ന ശില്പശാലയിൽ കേരള ബാങ്ക് ജനറൽ മാനേജർ നവനീത് കുമാർ അധ്യക്ഷം വഹിച്ചു. കേരള ബാങ്കിന്റെ വിവിധ ലോണുകളെ സംബന്ധിച്ച വിവരങ്ങൾ പ്രാദേശികമായി ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള എക്സിക്യൂട്ടീവുമാർക്ക് ശില്പശാല സംഘടിപ്പിച്ചത്. വ്യവസായ കേന്ദ്ര മാനേജർ VK ശ്രീജൻ മുഖ്യപ്രഭാഷണം നടത്തി. K ദിനേശൻ, ER നിതിൻ, രഞ്ജു മാണി, KM റീന, PK സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു.